അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ബ്രൗണി. ബ്രൗണി ഇഷ്ടമല്ലാത്തവരാരുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കുമല്ലേ. കാരണം ഇതൊരു തവണ കഴിച്ചാൽ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലേവറിലാട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിൽക്ക് കോമ്പൗണ്ടായിട്ടോ എടുത്തത്. ഇത് നമുക്ക് 2 ചോക്ലേറ്റ് കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും. ഞാൻ പിന്നെ മിൽക്ക് കോമ്പൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ചുകൂടി ടേസ്റ്റ് ആയതാ തോന്നുന്നു. ഡാർക്ക് കോമ്പൗണ്ട് കൂടെ ഉണ്ടാകുമ്പോഴാണ് കളർ ഉണ്ടാവുക കേട്ടോ നമുക്ക് കറക്റ്റ് ബ്രൗണിയുടെ. അപ്പം നമ്മളതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ നല്ല ചൂടായിട്ടുള്ള വെള്ളം ഇറക്കി വെക്കുക ഗ്യാസിൽ നിന്ന്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബട്ടറും നമ്മുടെ ചോക്ലേറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാം ചോക്ലേറ്റും 50 ഗ്രാം ബട്ടറും കേട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് 1 കപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2 കോഴിമുട്ടയുടെ എടുത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇതിൽ ഓവർ ബീറ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും പിന്നെ അതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്ന് സേവ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് കേക്ക് പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറല്ല ബ്രൗണിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരുപാട് തവണ നമ്മളിങ്ങനെ അരിച്ചെടുക്കും വേണ്ട, ജസ്റ്റ് ഒരു തവണ അരിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചത് എന്തായെന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിതുപോലെ മെൽറ്റായി വരുന്നുണ്ട്. ബട്ടറും ചോക്ലേറ്റും കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിക്കോട്ടെ കേട്ടോ. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മൈദയുടെയും ഷുഗർ പൗഡറിൻ്റെയും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മെൽറ്റായി കിട്ടും. ഇതുപോലെ മെൽറ്റായി കിട്ടിയാൽ പിന്നൊന്നുമില്ല, നമുക്കത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നല്ല ഇഷ്ടമാവും കേട്ടോ ഇത്, കാരണം ഇതിലധികം നമ്മൾ ചോക്ലേറ്റ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടാട്ടോ ഈ ബ്രൗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് മിക്സ് ആയിട്ടുണ്ട്, ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ബേക്കിംഗ് ട്രേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്നത് എയർ ഫ്രയറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓവനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഒരു 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എയർ ഫ്രയർ. അപ്പോൾ ഇനി എയർ ഫ്രയറോ ഓവനോ ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എന്തായാലും നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ചെമ്പട്ടി ഉണ്ടാവുമല്ലോ, അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സംഭവം സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ആട്ടോ സംഭവം വെച്ചിരുന്നത്. അപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കറേഷനാണ്. അപ്പം നമ്മൾ ആദ്യം ചോക്ലേറ്റ് വെച്ചിട്ടും പിന്നെ അതുപോലെ നമ്മുടെ പിസ്താഷ്യോയുടെ സ്പ്രെഡ് വെച്ചിട്ടും പിന്നെ അതുപോലെ നമ്മുടെ അടിപൊളി ഫ്ലേവറായ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് കൂടെ ആഡ് ചെയ്തിട്ട് 3 ഫ്ലേവറിലാട്ടോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 3ഉം കഴിക്കാൻ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ബ്രൗണി വിത്ത് ചോക്ലേറ്റ് ആൻഡ് പിസ്താഷ്യോ ആൻഡ് ലോട്ടസ് ഫ്ലേവർ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്പൂൺ കൊണ്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതാണ് ഇതുപോലെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് കിട്ടിയത്. എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ബ്രൗണിയും ആ ചോക്ലേറ്റും ലോട്ടസും പിസ്താഷ്യോ ഒക്കെ വന്നപ്പോൾ അട്ടാറായിട്ട് തന്നെ കേട്ടോ. എനിക്ക് ലോട്ടസ് ആട്ടോ ഇഷ്ടമായത്.